ഹലോ ഗൈസ്, വെൽക്കം ടു അവർ ചാനൽ വേൾഡ് ഓഫ് പൂമ്പാറ്റ. നമ്മളിന്ന് ചെയ്യുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ടെമ്പിൾ വിസിറ്റ് ആണ്. നമ്മൾ വീടിനടുത്തല്ല, കുറച്ച് ദൂരം പോകണമായിരുന്നു. മാമാനെന്ന് പറയും, മാമാനത്ത് അമ്പലത്തിൽ പോയ വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മൾ വൈകുന്നേരം ആണേ പോയത്. അപ്പോൾ പാച്ചുവും ചേട്ടനും എല്ലാം എന്നെ നോക്കി വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു പോകാൻ വേണ്ടിയിട്ടും. ഞാൻ ഈവനിങ് ഷിഫ്റ്റായി സാധാരണ ചെയ്യാറ്, പക്ഷെ ഇന്ന് ഞാൻ രാവിലെ അമ്പലത്തിൽ പോകേണ്ടത് കൊണ്ട് തന്നെ രാവിലത്തെ ഷിഫ്റ്റിൽ കയറി. അപ്പോൾ ഞാൻ വൈകുന്നേരം 5:30 ആയപ്പോൾ വന്ന് പിന്നെ ഞങ്ങൾ കുളിച്ചൊരുങ്ങി അമ്പലത്തിൽ പോകാനായിട്ട് റെഡി ആയത്. പാച്ചു മുറ്റത്തിറങ്ങി നിൽക്കുകയാണ്. എന്നെ ചേട്ടൻ വണ്ടി സ്റ്റാർട്ടാക്കി ഞങ്ങൾ പോയി. അങ്ങനെ ഞങ്ങൾ നേരെ ചാലോടിന് ഇരിക്കൂർ റോട്ടിൽ കയറി. ഇരിക്കൂർ എന്നിട്ട് അവിടുന്ന് തളിപ്പറമ്പ് പോണ റൂട്ടിലാണ് ഈ അമ്പലം ഉള്ളത്. അപ്പം അമ്മയാണ് അവിടെ പ്രധാന പ്രതിഷ്ഠ എന്ന് പറയുന്നത്. ദേവീ ക്ഷേത്രമാണ്. ശിവനും പാർവതിയും ശിവനും ഉണ്ട്. അപ്പൊ ഇടയ്ക്ക് ഞങ്ങള് പോവാറുണ്ട്. അപ്പൊ ഇന്ന് ഈവനിങ് അങ്ങനെ പോയി. ഇടയ്ക്ക് അങ്ങനെ ഇരിക്കുമ്പോൾ അമ്പലത്തിൽ പോകാൻ തോന്നുന്നു. അപ്പം ഞാനും ഏട്ടനും പാച്ചും ചിലപ്പോൾ അമ്മയുണ്ടാവും. അപ്പം ഇന്നിപ്പോൾ വൈകുന്നേരം പോയത് കാരണം അമ്മ വന്നിട്ടില്ല. ഞങ്ങൾ മൂന്നാളും കൂടെ അമ്പലത്തിൽ പോയത്. ഫൈനലി ഞങ്ങൾ അമ്പലത്തിൽ വന്നേ. ഇത് പാർക്കിംഗ് ഏരിയയുടെ അവിടെ നിന്നുള്ള വ്യൂ ആണ്. ഇതല്ല ഫ്രണ്ട് വശം അമ്പലത്തിൻ്റെ. ഏട്ടൻ വണ്ടി പാർക്ക് ചെയ്യാൻ പോയപ്പോൾ ഞങ്ങൾ ജസ്റ്റ് അമ്പലക്കുളത്തിൻ്റെ അവിടെ നിന്ന് ഇറങ്ങിയില്ല, രാത്രി ആയതുകൊണ്ട്. പകൽ വന്നപ്പോൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഒരു ദിവസം. നല്ല രസമുണ്ട് അവിടെയൊക്കെ കാണാൻ. അപ്പോൾ വെള്ളിയാഴ്ച കാരണം അമ്പലത്തിൽ അത്യാവശ്യം തിരക്കുണ്ടെന്ന് തോന്നുന്നു, ആളെയൊക്കെ കണ്ടിട്ട്. പക്ഷെ നമ്മൾ ഇച്ചിരി ലേറ്റായിട്ടാണ് ചെന്നേ. അപ്പം തിരക്ക് കുറഞ്ഞിട്ടുണ്ടാവുമെന്നും വിചാരിക്കാം. പിന്നെ ചെന്നിട്ട് ഇനി വഴിപാടെല്ലാം എഴുതിക്കണം, അമ്പലത്തിൽ കയറണം. അപ്പം കാണാം കാഴ്ചകൾ. ഇന്ന് ഞാൻ ചേട്ടനോട് പറഞ്ഞുകൊണ്ടാണ് പോയത്. അമ്പലത്തിൽ പോകുമ്പോൾ കുറച്ച് നേരം അവിടെ നിന്ന് പ്രാർത്ഥിക്കണം. എനിക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ അമ്പലത്തിൽ പോയാൽ കുറേ നേരം അവിടെ നിന്നിട്ട് പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് പിന്നെ അമ്പലത്തിൻ്റെ അടുത്ത് കുറച്ച് നേരം സ്വസ്ഥമായിട്ടിരിക്കണം. നമ്മുടെ ഈ ബിസി ലൈഫിനിടയ്ക്ക് കുറച്ച് നേരം ഒന്ന് സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റണ ഇതുപോലുള്ള അമ്പലങ്ങളിൽ ചെല്ലുമ്പോഴൊക്കെ ആയിരിക്കും. അല്ലെങ്കിൽ എപ്പോഴും തിരക്ക് തന്നെയായിരിക്കും. വീട്ടിലായാലും ജോലി ചെയ്യണ സ്ഥലത്തായാലും ഒക്കെ തിരക്കായിരിക്കും. അപ്പം ഞാൻ ചേട്ടനോട് നേരത്തെ പറഞ്ഞുകൊണ്ടാണ് പോയത്. അപ്പം ഞാൻ വഴിപാട് എഴുതിക്കാൻ നിൽക്കുക. അപ്പം പാച്ചും ചേട്ടനും അവിടെ മാറിയിരുന്നേ. പിന്നെ പറയാനാണെങ്കിൽ ഞാൻ പണ്ട് തൊട്ടേ ഇങ്ങനെ എനിക്ക് മനസ്സിൽ എന്തെങ്കിലും സങ്കടമോ അല്ലെങ്കിൽ ഒരു ടെൻഷനോ ആദ്യമൊക്കെ വന്ന സമയത്ത് ഞാൻ അമ്പലത്തിൽ പോവും. അമ്പലത്തിൽ പോയി എല്ലാ കാര്യങ്ങളും നമ്മൾ അവിടെ ഇരിക്കുന്ന ആളോട് പറഞ്ഞാൽ മതി. മനസ്സിൻ്റെ ആ ഭാരം അങ്ങോട്ട് ഇറക്കി വെക്കുമ്പോൾ തന്നെ ഒരു സമാധാനം കിട്ടും. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ ചേട്ടനോട് പറയുന്നുണ്ട് നമുക്ക് അമ്പലത്തിൽ പോവാം. അപ്പോൾ ചേട്ടനും പറഞ്ഞു എന്നാൽ നമുക്ക് പോകാം. അങ്ങനെയാണ് ഞങ്ങൾ മൂന്നാളും കൂടെ വന്നത്. അപ്പോൾ എന്നോട് എപ്പോഴും എല്ലാവരും എൻ്റെ ജോലി ചെയ്യുന്നിടത്തൊക്കെ എല്ലാവരും പറയും ഞാൻ ഭയങ്കരമായിട്ട് അമ്പലത്തിൽ പോണ ഒരാളാണ്. ശരിയാ, പണ്ട് തൊട്ട് എൻ്റെ സ്വഭാവം അങ്ങനെ. ഞാൻ പണ്ട് തൊട്ടേ ഒരു ഭദ്രകാളി ഭക്തി. അപ്പം ഞങ്ങളുടെ നാട്ടിലെ കുന്നമേക്കാവ് അമ്മയെന്ന് പറഞ്ഞാൽ ഭഗവതി ഭദ്രകാളിയാണ്. അപ്പം ഞാൻ പണ്ട് തൊട്ടേ അമ്മയുടെ വലിയ ഭക്തയാണ്. അപ്പോൾ ചേട്ടനാണെങ്കിൽ മുരുക ഭക്തനാണ്. അപ്പോൾ ഓരുടെ കുടുംബക്ഷേത്രം എല്ലാം മുരുകൻ്റെ ക്ഷേത്രമാണ്. പക്ഷേ നമ്മളെന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ട് തൊട്ടേ ഭദ്രകാളി, കൊടുങ്ങല്ലൂരമ്മ, ചോറ്റാനിക്കര അമ്മ, പിന്നെ നമ്മുടെ സ്വന്തം കുന്നമേക്കാവിലമ്മ, അതുപോലെ തന്നെ ഇപ്പം ഇവിടെ മാമാനത്തമ്മയും. മാമാനത്തമ്പലത്തിലെ മെയിൻ വഴിപാടെന്ന് പറഞ്ഞാൽ മറികൊത്തൽ വഴിപാടാണ്. അപ്പോൾ ഈ ഉരിച്ച തേങ്ങ കൊത്തുന്നതിനാണ് മറികൊത്തൽ എന്ന് പറയുന്നത്. പിന്നെ മെയിനായിട്ട് അത് നടത്തുന്നത് നമ്മുടെ ജീവിതത്തിലെ തടസ്സങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അമ്പലത്തിൻ്റെ മെയിൻ പ്രതിഷ്ഠ എന്ന് പറയുന്നത് ഉഗ്രരൂപിണിയായ ഭദ്രകാളി ദേവിയാണ്. ഉഗ്രരൂപത്തിലുള്ള ദേവി. പിന്നെ ഉപദേവതകളായിട്ട് ശാസ്താവും ശിവനും ഉണ്ട്. കണ്ണൂരിൽ പറശ്ശിനിക്കടവ് ക്ഷേത്രം കഴിഞ്ഞാൽ ഏറ്റവും തിരക്കുള്ള അമ്പലങ്ങളിലും ഏറ്റവും പ്രശസ്തമായ അമ്പലങ്ങളിലും ഒന്നാണ് നമ്മുടെ മാമാനത്ത് അമ്പലം എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ വൈക്കത്തെ അമ്പലത്തിലെ പോലെ തന്നെ അവിടെ രാവിലെയും വൈകിട്ടും അന്നദാനം ഉണ്ട്. അപ്പം നമ്മൾ അവിടെ ചെന്ന് എപ്പോഴും അന്നദാനം കഴിച്ചിട്ടേ മടങ്ങലുള്ളൂ. അപ്പം ഞങ്ങൾ ഇത്തവണ പോയപ്പോഴും അന്നദാനം കഴിച്ചിന്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ ബൈ, ഗുഡ് നൈറ്റ്.